പിന്നെ പാട്ട് കൊണ്ടൊരു ജീവിതം ഉണ്ടാവുന്നൊന്നും ഞാനും ചിന്തിച്ചിട്ടില്ല. വിചാരിച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാരും ചിന്തിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് എൻ്റെ പേര് അറേബ്യ എന്ന് പറഞ്ഞ ഒരു ആൽബത്തിലാണ് വരുന്നത്. ഉം. എൻ്റെ ഫോട്ടോ ഒന്നുമില്ല, പേര്. അത് ഞാൻ തന്നെ അവിടെയുള്ള കടകളുടെ മുമ്പിലൊക്കെ കൊണ്ടുപോയി ഒട്ടിച്ചിട്ട് ഞാൻ പോയിട്ട് ഞാൻ തന്നെ വായിക്കും ലിറിക്സ് സെലിം കൊടുത്തു. അപ്പോൾ രോമാഞ്ചം വന്നിട്ട് ഇങ്ങനെ രോമാഞ്ചം വന്ന്. അങ്ങനെയായിരുന്നു. രണ്ടാമത് ഓക്സിജൻ എന്ന് പറഞ്ഞ ആൽബത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഫോട്ടോ വരുന്നത് ബാക്കിൽ. അപ്പോൾ അത് വലിയ സന്തോഷത്തിൽ അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ചുമരിൽ ഒട്ടിച്ച് വെച്ചു. അഫ്സൽക്കാരുടെ വലിയ ഫോട്ടോ, എൻ്റെ ഒക്കെ ഒരു സൈഡിൽ ബോക്സ് ചെറിയ ടൈപ്പിൽ. ഫോട്ടോ. ഇപ്പം അത് വന്ന് കണ്ടുടനെ തന്നെ വലിച്ചു കീറി. പിന്നെ അങ്ങോട്ട് അടിയൊക്കെ ആയിരുന്നു. കാരണം കല്യാണം കഴിഞ്ഞിട്ട് അവൻ പാട്ടിൻ്റെ പിന്നാലെ നടക്കുകയാണ്. പിന്നെ ഇപ്പം കുറച്ച് കാലം തന്നെയായിട്ട് മുണ്ടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ. ആണോ? ഇതിൻ്റെ കാരണം ഞാൻ പണിക്ക് പോകുന്നില്ല. ഈ പാട്ടിൻ്റെ അവങ്ങനെ പാട്ടും പാടി നടക്കുകയാണെന്നുള്ള. ഒരു കുട്ടിയായില്ലേ, എന്നിട്ടും അവൻ പാട്ടിൻ്റെ പിന്നാലെ പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടിൽ നിന്നായാലും അങ്ങനെ ഒരു സപ്പോർട്ട് ഫാമിലിയുടെ ഇടയിൽ നിന്നില്ല. പിന്നെ പാട്ടിൻ്റെ പിന്നിൽ പോകുന്നത് തന്നെ തെറ്റെന്ന് കാണുന്ന ഒരു സമയം. പ്രത്യേകിച്ച് എൻ്റെ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു പക്ക ഓർത്തഡോക്സ് ഫാമിലിയാണ്. അപ്പോൾ ഇതിനോട് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഹാപ്പിയാണ് എല്ലാവരും. ഭാര്യ ഇപ്പൊ എന്താ പറഞ്ഞത്? കാരണം ഭാര്യയും താങ്കളെ പോലെ തന്നെ കുട്ടിയാണല്ലോ, മേ ബി താങ്കളേക്കാൾ കുട്ടിയാണല്ലോ. അപ്പൊ ആളെന്താ പറഞ്ഞത്? കാരണം ഇപ്പൊ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോ നമ്മളിങ്ങനെ തൊട്ട് വണങ്ങുന്ന കാലാണല്ലോ. അങ്ങനെയുള്ള ഒരാള് ക്രിക്കറ്റ് കളിച്ച് പാട്ടും പാടി നടക്കുന്നു എന്ന് പറയുമ്പോ ഭാര്യയുടെ ഒരു അല്ല, ഞാൻ പറയും ഭാര്യ നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനക്ക് വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരം കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഭാര്യ നന്നായിട്ട്, ഭാര്യയുടെ പ്രാർത്ഥനയുടെ ഫലമാവാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ വീട്ടിൽ നിന്ന് ഈ പാട്ടിനോട് സപ്പോർട്ടില്ല, എനിക്കാണെങ്കിൽ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റും. അപ്പോൾ അവൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല, എങ്ങനെയും ആ ഒരു മേഖലയിലേക്കും എന്നെ രക്ഷപ്പെടുത്തി കൊടുക്കണമെന്ന് ഭാര്യ പ്രാർത്ഥിക്കാതിരിക്കില്ല. ആ പ്രാർത്ഥനയുടെ ഒക്കെ ഫലമാണ്. കാരണം പറഞ്ഞിട്ടില്ല. അല്ല, എന്നോട് പറയാം, അല്ല ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ കുട്ടികളായില്ല. അങ്ങനെ എനിക്ക് ദുബായിലേക്ക് വിസ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സമയത്താണ് എൻ്റെ ഫസ്റ്റ് ആൽബം ഇറങ്ങുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഇതുകൊണ്ട് ഇങ്ങനെ അറിയപ്പെടുന്ന ആളാവാം. അപ്പോഴും ഞാൻ പാട്ടുകാരനാവുക എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ആ ഒരു നമ്മൾ പറയില്ല, നമ്മൾ നന്നായി സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കണം. ആ ഒരു സ്വപ്നത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് കുന്നോളം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. എന്നെങ്കിലും നമുക്കായിട്ട് ഏത് കലങ്ങിയുള്ള ഒരു ദിവസം തെളിയുന്നില്ലേ. ഒരു പാട്ടുകാരന്റെ ഫ്രണ്ട് ഇരുത്തിട്ട് ഇങ്ങനെ കഥ പറയിച്ചോണ്ടിരുന്ന എനിക്ക് അടി കിട്ടും ആദ്യം. അതായത് ഈ നമ്മുടെ ഫേമസ് പാട്ടുകളൊക്കെ വരുന്നതിന് മുമ്പ് സലീം കോടത്തൂർ എന്ന് പറയുന്ന സിംഗറിന്, ലിറിസിസ്റ്റിന് ഭയങ്കര ഒരു കോൺഫിഡൻസ് എന്നൊരു പാട്ടുണ്ടാവുമല്ലോ, എഴുതി കേട്ടിട്ട് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. അതായിരുന്നു അഫ്സൽക്ക പാടിയ പാട്ടാണ്. അന്ന് അഫ്സൽക്കാണ് എൻ്റെ പാട്ടുകളൊക്കെ പാടിയത്. അതിൽ കുറേ പാട്ടുകളുണ്ട്. ഒന്ന് ഒരു ഡിവോഷണൽ സോങ്സ് ഉണ്ട്, എല്ലാം അറിയുന്നതാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒന്ന് മിഴിരണ്ടിൽ സുറുമയും എഴുതിത്തേ നൂറും പുഞ്ചിരി തൂകി മുഞ്ചോടെ പാറി നടക്കും മായപ്പൊന്മാനെ, നീണ തേടും എന്നോടാ ഇഷ്ടം കൂടാമോ, നീണ തേടും എന്നോടാ ഇഷ്ടം കൂടാമോ. ഈ ഒരു പാട്ട്, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടായിരുന്നു. പിന്നെ ആ ഒരു ആൽബത്തിൽ തന്നെ ഞാൻ അഫ്സൽക്കാക്ക് വേണ്ടിയിട്ട് തന്നെ എഴുതിയൊരു പാട്ടിൽ ഒരു വരിയുണ്ട്, എൻ്റെ ബുദ്ധിയില്ലാത്ത സമയത്ത് ഞാൻ എഴുതിയ പാട്ട്. അതിൽ കൂട്ടിനൊരു കിളിയുണ്ടേലും ഇന്നും കൽവിൽ നീയാണ്, കൽവിനുള്ളിൽ തുറന്നാലും ഇന്നും ഉള്ളിൽ നീയാണ്. അത് വലിയൊരു വിവാദം ഉണ്ടാക്കി വരികയായിരുന്നു അന്ന് ആ സമയത്ത്. കാരണം ഞാൻ എൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ടല്ല, അങ്ങനെ ഒരു പ്രണയ വിരഹഗാനായിരുന്നു അത്. അതിൽ കൂട്ടിനൊരു കിളി ഉണ്ടെങ്കിൽ എൻ്റെ കൽവിൽ നീയാണെന്ന് പറഞ്ഞാൽ അന്ന് വലിയ വിഷയം. ഞങ്ങളെ ലൈഫിലെ ഫാമിലി ലൈഫിൽ ആകെ ഒരു ചെറിയ ക്രാക്ക് സംഭവിച്ചതിൽ അത് മാത്രമായിരുന്നു. അത് അവൾക്ക് മാനസികമായിട്ട് അന്ന് വലിയ വിഷമുണ്ടാക്കി അവരെ ഫാമിലിയുടെ ഇടയിൽ. പക്ഷെ ഞാൻ പഠിച്ചത് പാട്ടല്ലേ, അത് എൻ്റെ കല, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമല്ല, അതിൽ ഞാൻ എന്തൊക്കെ എഴുതുന്നു എന്ന് കരുതി അതേപോലെ ആവണമെന്നൊക്കെ. അത് ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ ബുദ്ധിയില്ലാത്ത സമയത്ത് എഴുതി പോയതാണ്. പക്ഷേ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആളുകൾ ആ വരിയെക്കുറിച്ച് എന്നോട് പറയും, ഓ അതൊക്കെ ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ. കാരണം പലരുടെ അനുഭവമാണ് ഞാൻ എഴുതിയ പാട്ടുകളൊക്കെ.
എൻ്റേത് മാത്രമല്ലല്ലോ, പല ആളുകൾക്കും അതൊരു അനുഭവമായിരുന്നു. അത് മാത്രമല്ല ആ സമയത്ത് നമ്മളെ ഒരു നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു കല എന്ന് പറയുമ്പോൾ ഇതേപോലുള്ള പാട്ടുകളായിരുന്നു. അതെ. ഫാമിലി ഇന്നെല്ലാം മിക്ക ഫാമിലിയും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ നമുക്ക് ആസ്വദിക്കാൻ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ ആൽബം സോങ്സുകളായിരുന്നു ആണ്. കൂടുതൽ. അത് മാത്രമല്ല ഒരു സ്ത്രീകൾക്കൊരു കിച്ചണിൽ ജോലി എടുക്കുന്ന സമയത്ത് ഒരു ടൈം പാസ്സായിരുന്നു. എന്താ ലോക്കൽ ചാനലിൽ ഈ ആൽബംസ് പ്ലേ ചെയ്തിട്ട് കാണുന്ന പരിപാടിയായിരുന്നു. എന്നിട്ട് അപ്പോൾ അവർ പറയും അതുകൊണ്ടാണ് അന്ന് ആ സമയത്ത് ഈ പല ആളുകളുടെ മനസ്സിലുള്ള നഷ്ടപ്പെട്ട പ്രണയത്തൊക്കെ കുറിച്ചിട്ട് അവർക്കൊരു തൃപ്തിപ്പെടാനുള്ളൊരു നല്ലൊരു പ്ലാറ്റ്ഫോമായിരുന്നു സത്യത്തിൽ. അനുഭവങ്ങൾ അപ്പോൾ പല ആളുകളും പറയും ഞാൻ ആ പാട്ട് ഭയങ്കരമായിട്ട് 100 പ്രാവശ്യം കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും.